വി എസ് രഞ്ജിത്തുണ്ട് വിവരങ്ങളുമായി. വി എസ് രഞ്ജിത്ത്, ഇപ്പോൾ LDF കൺവീനർ ആയിരുന്ന ഘട്ടത്തിലും CPM ആക്ടിംഗ് സെക്രട്ടറി ആയിരുന്ന സമയത്തും ഇപ്പോൾ ഇതാ പൊളിറ്റ് ബ്യൂറോ അംഗമായിരിക്കുമ്പോഴും നിലപാട് മാറ്റമില്ല യഥാർത്ഥത്തിൽ വിജയരാഘവന് എന്നുള്ളതാണ്. വിജയരാഘവൻ എല്ലാ ഘട്ടത്തിലും ഇത്തരം വർഗീയ പരാമർശങ്ങൾ ലീഗുമായി ബന്ധപ്പെടുത്തി നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇന്നിപ്പോൾ വീണ്ടും ആവർത്തിക്കുന്നു. ജമാഅത്തെ ഇസ്ലാമിയുടെ കടന്നുകയറ്റം 4 വർഷം മുൻപ് തന്നെ ലീഗുമായി ബന്ധപ്പെടുത്തി നേരത്തെ വിജയരാഘവൻ പറഞ്ഞിട്ടുള്ളതാണ്. അതിനപ്പുറം ലീഗിനെ തന്നെ വർഗീയ പാർട്ടിയായി കാണുന്ന പ്രതികരണം നടത്തിയപ്പോൾ ഒരു ഘട്ടത്തിൽ പാർട്ടി തിരുത്തിച്ചിട്ടുണ്ട് വിജയരാഘവനെ. പക്ഷേ ഇപ്പോൾ നിലവിൽ ന്യൂനപക്ഷ വർഗീയതയെക്കുറിച്ച് വാചാലരാകുകയാണ് CPM. അപ്പോൾ വിജയരാഘവന്റെ വാദങ്ങൾ CPM തള്ളുന്നുണ്ടോ എന്ന ചോദ്യമാണ് അവിടെ നിൽക്കുന്നത്. നോക്കൂ, CPM അണികൾ അത് ഏറ്റെടുത്തിട്ടില്ല എന്നൊരു പ്രതികരണം KC വേണുഗോപാലിൽ നിന്ന് വരുന്നു. എങ്ങനെയാണ് നമ്മളിത് വിശകലനം ചെയ്യേണ്ടത്? കോൺഗ്രസ് ഒന്നാകെ അതിനെ തള്ളുന്നു. വർഗീയ രാഘവൻ എന്ന പ്രതികരണം എന്നൊരു പേര് വിളി അത് KCയുടെ ഭാഗത്തുനിന്നും ലീഗിന്റെ ഭാഗത്തുനിന്ന് KM ഷാജിയുടെ ഭാഗത്തുനിന്നും വരുന്നുണ്ട്. ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുൻപ് CPM സ്വീകരിച്ച നയമായിരുന്നുവെങ്കിൽ ഇപ്പോൾ തന്നെ ഈ നിമിഷം വിജയരാഘവനെ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും മുഖ്യമന്ത്രിയും ഒക്കെ തിരുത്തിയിട്ടുണ്ടാവും. പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം CPM സ്വീകരിക്കുന്ന നയസമീപനം എന്ന് പറയുന്നത് അത് മുസ്ലിം വർഗീയത എന്നെടുത്തു പറയുകയും ജമാഅത്തെ ഇസ്ലാമിയുടെ പേര് പറയുകയും ലീഗിനെ തന്നെ വിമർശിക്കുകയും ചെയ്യുന്നത് തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അവർക്ക് നഷ്ടപ്പെട്ട ഭൂരിപക്ഷ വോട്ടുകൾ തിരിച്ചുപിടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ന്യൂനപക്ഷ വോട്ടുകൾ അല്ലെങ്കിൽ ന്യൂനപക്ഷ വർഗീയതയെ ഞങ്ങൾ എതിർക്കുന്നു എന്ന് വരുത്തി തീർക്കാനുള്ള CPMന്റെ ശ്രമങ്ങൾ അത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം വളരെ ശക്തമായി നടക്കുന്ന ഘട്ടത്തിലാണ് വിജയരാഘവന്റെ പ്രസ്താവന വരുന്നത്. അത് വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ പ്രിയങ്ക ഗാന്ധിക്കെതിരെ ഉന്നയിച്ചു എന്നത് മാത്രമാണ് ഒരു അതിശയമുണ്ടാക്കുന്ന കാര്യം. ബാക്കിയെല്ലാം പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം CPM സ്വീകരിക്കുന്ന നയസമീപനത്തിന്റെ ഭാഗം തന്നെയാണ്. UDFനെ സംബന്ധിച്ചിടത്തോളം ആ നയം തുറന്നു കാണിക്കാനുള്ള വളരെ ഗുണകരമായൊരു അവസ്ഥ അല്ലെങ്കിൽ സാഹചര്യം അവർക്ക് വന്നിരിക്കുന്നു. ആ സാഹചര്യം അവർ ഉപയോഗപ്പെടുത്തുന്നു. UDFന്റെ നേതൃത്വം അത് KC വേണുഗോപാലാണെങ്കിലും KM മുരളീധരനാണെങ്കിലും PK കുഞ്ഞാലിക്കുട്ടിയാണെങ്കിലും KM ഷാജി ആണെങ്കിലും ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തുന്നു. CPMന്റെ നയം വിജയരാഘവന്റെ പ്രസ്താവന അത് ആ ന്യൂനപക്ഷങ്ങളെ മുഴുവൻ ആക്ഷേപിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനയാണെന്നും അത് BJP ഉത്തരേന്ത്യയിൽ സ്വീകരിക്കുന്ന നയസമീപനമാണെന്നുമാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ നേതാക്കന്മാർ പറയുന്നത്. വിജയരാഘവനെ വർഗീയ രാഘവൻ എന്നാണ് KM ഷാജി വിശേഷിപ്പിച്ചത്. അതേ വാക്ക് തന്നെ പ്രയോഗിക്കുന്നു KC വേണുഗോപാൽ എന്നുള്ളതും ആ സമീപനത്തിന്റെ ഒരു ഒരുമ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഏതായാലും CPM പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സ്വീകരിക്കുന്ന നയസമീപനത്തെ തുറന്നു കാണിക്കാനുള്ള ഒരു അവസരമായിട്ടാണ് വിജയരാഘവന്റെ പ്രസ്താവനയെ ഇപ്പോൾ UDF ഉപയോഗപ്പെടുത്തുന്നത്. ഏതായാലും ഇതിനെ തിരുത്തുമോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപക്ഷെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുൻപ് CPMന്റെ നയം അനുസരിച്ചാണെങ്കിൽ ഇപ്പോൾ തിരുത്തേണ്ട സമയം കഴിഞ്ഞു. പക്ഷേ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം സ്വീകരിക്കുന്ന നയസമീപനം അനുസരിച്ച് അത് തിരുത്തേണ്ട ഒരു സാഹചര്യം നിലവിലില്ല എന്നുള്ളതാണ്. ഓക്കെ, VS രഞ്ജിത്താണ് വിവരങ്ങൾ നൽകിയിരിക്കുന്നത്. ഇതുവരെ CPM നേതാക്കളിൽ നിന്ന് പ്രധാനപ്പെട്ട നേതാക്കളിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണം തള്ളിക്കൊണ്ടുള്ള പ്രതികരണം വന്നിട്ടില്ല എന്നുള്ളതാണ് പ്രധാനം. പാർട്ടി സമ്മേളന വേദിയിലാണ് വിജയരാഘവൻ ഈ പരാമർശം നടത്തിയത്.